ഗുഡ് മോർണിംഗ് ആൾ. വിനി ടീം അവതരിപ്പിക്കുന്ന ഗ്ലോബൽ സിഇഒയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീതാ മോഹനൻ ചെമ്പ്ര. ഞാൻ മലപ്പുറം തിരൂർ സ്വദേശിയാണ്. ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാനും അറിയാനുമാണ്. അപ്പൊ ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. നമുക്കിന്ന് ഈ അവസരം, ഇന്ന് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു അവസരം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക, അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നമുക്കിന്ന് ഈ ഒരു അവസരം പറഞ്ഞു തരാൻ വരുന്ന വ്യക്തി ഈ ഒരു മേഖലയില് ഒരു 7 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അവര് ഒരു ബ്യൂട്ടീഷ്യനാണ്, ബ്യൂട്ടി ട്രെയിനറാണ്. അതിലുപരി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ വളരെ ഇഷ്ടത്തോടു കൂടി പാഷനോട് കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മുമ്പ് പല ഓർഗനൈസേഷനിൽ വന്നിട്ട് അതിൽ നിന്നൊക്കെ മാറി ഇന്ന് നമ്മുടെ ഒപ്പം ഈ ഒരു ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷന്റെ ഒരു പവർ തന്നെയാണത്. അപ്പൊ നമുക്ക് ഈ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി വളരെ ഭംഗിയായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാഡത്തിനെ വെൽക്കം ചെയ്യാം. മറ്റാരുമല്ല, നമ്മുടെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സക്സസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുള്ളത്, നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് സൗമ്യ മാം ഫ്രം പിറവം. പ്ലീസ് കം ഓൺ ദ സ്ക്രീൻ. മാഡം വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ ഓഡിയബിൾ ആണോ ഗീത മാഡം? യെസ്, ഓഡിയബിൾ ആണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഗീത മാഡം വളരെ മനോഹരമായിട്ട് തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷം. ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ കഴിവ് തെളിയിച്ച് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഈ ഒരു മഹനീയമായ പ്ലാറ്റ്ഫോം, വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറിയ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ അവസരം തന്നിട്ടുള്ള എല്ലാ ലീഡേഴ്സിനോടും ഈ ഒരു സമയത്ത് ഞാൻ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഗീത മാഡം പരിചയപ്പെടുത്തി. ഏകദേശം പേര് സൗമ്യ, വീട് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്താണ്. ബേസിക്കലി ബ്യൂട്ടി ട്രെയിനറാണ്. കുറച്ച് വർഷങ്ങളായിട്ട്, ഏകദേശം 6 വർഷത്തിന് മേലെയായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു. നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ ഒരു അവസരത്തിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് മാർച്ച് മുതലാണ്, അതായത് 4 മാസമേ ആയിട്ടുള്ളൂ ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഇതിൽ വന്നതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ഈ ഒരു മേഖലയിൽ കുറച്ച് നാളുകളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല മേഖലയിൽ നിന്നപ്പോൾ പലതിലും നമുക്കൊരു ഒരു ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൻസിന്റെ ബോഡി കാണിച്ചുകൊണ്ട് ബെൻസ് ആണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ഇതുവരെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്ന ഒരു വ്യക്തികളായിരുന്നു ഞാനും ഹസ്ബൻഡും. പക്ഷെ ഈ ഒരു അവസരത്തിലേക്ക് വന്നപ്പോഴാണ് യഥാർത്ഥ ബെൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതും യഥാർത്ഥ ബെൻസിൽ കയറി ഇരിക്കാനായിട്ട് സാധിച്ചതും. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ വളരെയധികം ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു ബെൻസിലേക്ക് തന്നെ കയറാനായിട്ട് സാധിച്ചു. എന്തായാലും നമ്മുടെ ഗീത മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും, അല്ലെങ്കിൽ പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയക്കാരോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിലായിരിക്കാം പൊതുവെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇന്ന് എന്നെ കേട്ടുകൊണ്ട് ഈ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലുമൊക്കെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഏതെങ്കിലുമൊക്കെ തൊഴിലുള്ള ആളുകളുമായിരിക്കാം. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം വെച്ച് എല്ലാവരും ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അധിക വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിന് മുന്നിൽ വന്നിരിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം എന്ത് ജോലി അഡീഷണൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു അധിക വരുമാനം കിട്ടും. അപ്പൊ അതൊരു ലോട്ടറി കച്ചവടോ മീൻ കച്ചവടോ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലോ, അഡീഷണൽ ആയിട്ട് ട്യൂഷൻ ചെയ്യുന്ന ആളുകൾക്കോ, ഇനി അതല്ല വീട്ടിൽ എന്തെങ്കിലും ചെറിയ ഷോപ്പ് ചെയ്യുന്ന ആളുകൾക്കോ, സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ അധിക വരുമാനം കിട്ടും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ ഇന്ന് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമുക്ക് തുടക്കത്തിൽ അധിക വരുമാനം എന്ന് തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളെ ഇത് നയിക്കുന്നത്. അധിക വരുമാനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു,
നമ്മൾക്ക് ഈ പലപ്പോഴും ഇപ്പൊ മഴയുടെ പല പ്രശ്നങ്ങളും പല മേഖലകളിലും അതിരൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. അപ്പോ പലതരത്തിലുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ പലർക്കും ഉണ്ടാകാം. അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ അത് കൈകാര്യം ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം വരുന്ന നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇതിന് മുന്നിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. മറ്റൊരു കാര്യം, നമ്മൾ പല ആളുകളും ഫോണിലൊക്കെ ആയിരിക്കാം ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന കോളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി വ്യക്തത കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ സ്ലൈഡിലൂടെ പോകുന്ന സമയത്ത് പല അവസരങ്ങളിലും പല ഭാഗങ്ങളും കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും പലതുമായിട്ടും സാമ്യം തോന്നിയേക്കാം. പക്ഷെ എനിക്ക് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത് അത് വെറും സാമ്യം മാത്രമാണ്. ഈ ഒരു മേഖലയിൽ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒന്നുകൂടി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ സ്ക്രീൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഷെയർ ചെയ്യുന്നു. മാഡം സ്ക്രീൻ ക്ലിയർ ആണോ? യെസ് മാഡം. ഓക്കെ, താങ്ക് യു. നമുക്കറിയാം പലതരത്തിലുള്ള എംപവർമെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഏത് രീതിയിൽ ഇപ്പൊ സോഷ്യൽ എംപവർമെന്റ് ആയിക്കോട്ടെ, എക്കണോമിക്കൽ എംപവർമെന്റ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ എംപവർമെന്റ് ആയിക്കോട്ടെ, വുമൺ എംപവർമെന്റ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആയിക്കോട്ടെ, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മളെ എംപവർ ചെയ്യിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതിന്റെ പ്രാധാന്യമുണ്ടോ? ഈ ഒരു അവസരത്തിന്റെ പ്രാധാന്യമുണ്ടോ? ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. സാമൂഹ്യ ജീവിയായ സ്ഥിതിക്ക് തന്നെ നമ്മൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എന്താണ് സക്സസ്? അല്ലെങ്കിൽ യഥാർത്ഥ സക്സസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ഒരേ സമയം തന്നെ നമുക്ക് സമയവും പണവും ആരോഗ്യവും ഒരേപോലെ കിട്ടുന്ന ഒരു മേഖലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഒരു സക്സസ് മന്ത്ര എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു സാധാരണ വ്യക്തിയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇത് തന്നെയായിരിക്കും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. അവരുടെ ജീവിതത്തിൽ പണം ഉണ്ടാകാം, ആരോഗ്യം ഉണ്ടാകാം, പക്ഷെ ഇത് രണ്ടും ആസ്വദിക്കാനുള്ള ഒരു സമയമില്ലെങ്കിൽ ബാക്കി രണ്ടും കിട്ടിയിട്ട് നമുക്കൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സമയവും പണവും ഉണ്ടെങ്കിലും അത് ആസ്വദിക്കാനുള്ള ആരോഗ്യം നമുക്കില്ല എങ്കിൽ ബാക്കി രണ്ടും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് നേടാൻ പറ്റാതെ വരുന്നു, ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റാതെ വരുന്നു. ഇതാണ് മെയിൻ ആയിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സക്സസ് ആഗ്രഹിക്കാനുള്ള കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടോ, നമുക്ക് ചുറ്റും ഉണ്ടോ, ഒന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ ഒരു പിക്ചറിൽ കാണുന്ന വ്യക്തിയെ നിങ്ങളിൽ പലർക്കും പരിചയമുള്ളവരായിരിക്കാം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് കിയോസാക്കി എന്നാണ്. ഒരു എന്റർപ്രണർ ആണ്, ബില്യണയർ ആണ്, ഓതർ ആണ്, ഇൻവെസ്റ്റർ ആണ്. പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ ഒരു ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ചും ലോക സമ്പത്തിനെ കുറിച്ചും ലോകത്തോട് ആധികാരികമായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ആ ബുക്കിന് ശേഷം അദ്ദേഹം മറ്റൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നുള്ള അറിവില്ലായ്മയാണ് സമൂഹത്തിൽ പല ആളുകൾ പല തട്ടുകളിലായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പൊ എന്താണ് അതിന്റെ കാരണം? നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ബുക്കിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ രാമായണത്തിലെ മർമ്മപ്രധാന വാക്യം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു ബുക്കിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഷീറ്റ്, ഒരു പേജാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിനകത്ത് ആളുകളെ വരുമാനം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ 4 ആയി തരം തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് 4 ക്വാഡ്രന്റിലാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തേതിൽ ഇ എന്ന് എഴുതിയിരിക്കുന്നത് എംപ്ലോയീസ് ആണ്, 2 സെൽഫ് എംപ്ലോയീസ് ആണ്, 3 ബി ബിസിനസ്സുകാരാണ്, ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇതിൽ നമുക്ക് ഇവരുടെ ജോലിയുടെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു കാറ്റഗറി വരുമാനം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 ആയി തരം തിരിച്ചിരിക്കുന്നവരെ നമുക്ക് ഒരു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 2 ആയി ഭാഗം വെച്ചു കഴിഞ്ഞാൽ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള ആളുകൾ 95% ഇടതുഭാഗത്താണ് വരുന്നത്. എന്നാൽ വെറും 5% ആളുകൾ, ബിസിനസ്സുകാർ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലുള്ള ആളുകൾ വെറും 5% ആളുകൾ വലതുഭാഗത്തുമായിട്ടാണ് മാറ്റം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്.
എന്നാൽ ലോക സമ്പത്തിനെ നമ്മൾ എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 95% ആളുകളുടെ കൈകളിലും ലോക സമ്പത്തിന്റെ 10% മാത്രമേ ഉള്ളൂ. എന്നാൽ റൈറ്റ് സൈഡിലുള്ള 5% ആളുകളുടെ കയ്യിലാണ് ലോക സമ്പത്തിന്റെ 90% ഇരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു കാരണം? എന്താണ് ഈ ഒരു വിരോധാഭാസത്തിന്? വലിയൊരു വിരോധാഭാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒന്നുകൂടി ഊന്നി ശക്തമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇവരുടെ വരുമാനത്തിന്റെ രീതി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എംപ്ലോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ടൈം, നമ്മുടെ സമയത്തെ പണമാക്കി മാറ്റുന്ന ആളുകളാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അത് സർക്കാരിലായിക്കോട്ടെ, ഗവൺമെന്റ് പ്രൈവറ്റിലായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, സമയത്തെ പണമാക്കി മാറ്റുന്ന ആളുകളാണ് എംപ്ലോയി കാറ്റഗറിയിലുള്ളത്. നമ്മുടെ വീട്ടിൽ കൂലിപ്പണിക്ക് വരുന്ന ആളും ജില്ലാ കളക്ടർ പോലും എംപ്ലോയി കാറ്റഗറിയിലാണ് വരുന്നത്. കൂലിപ്പണിക്ക് വരുന്ന ആൾക്ക് ഡെയിലി വേജസ് ആണെന്ന് മാത്രമേ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരവരുടെ സ്കില്ലിനെ പണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, ബ്യൂട്ടീഷ്യൻ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, മറ്റേത് മേഖലയിൽ ഇതുപോലുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്കില്ലിനെ പണമാക്കി മാറ്റുന്ന എല്ലാ ആളുകളും സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലാണ് വരുന്നത്. എന്നാൽ ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? യഥാർത്ഥത്തിൽ ഈ ഒരു രണ്ട് കാറ്റഗറി തമ്മിൽ ഒരു കൺഫ്യൂഷൻ ആണ് ഇന്ന് പല ആളുകളുടെയും മനസ്സിൽ നിൽക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. സാധാരണ നമ്മൾ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു നാട്ടിൻ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവരോട് എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾ, ഇപ്പൊ സ്വർണ്ണക്കട ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിക്കോട്ടെ, ഈവൻ പച്ചക്കറിക്കട നടത്തുന്ന ആളോ അല്ലെങ്കിൽ മുട്ടക്കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ പോലും അവർ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് ബിസിനസ് ആണ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ റോബർട്ട് കിയോസാക്കിയുടെ ഭാഷയിൽ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം രാജ്യത്തും വിദേശ രാജ്യത്തും ഒരേപോലെ ബിസിനസ് റൺ ചെയ്യുകയും ഉടമസ്ഥന്റെ അഭാവത്തിലും ആ ബിസിനസ് റൺ ചെയ്യുകയും മിനിമം 500 തൊഴിലാളികളെയെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരെന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ പോലും ബിസിനസ്സുകാരായിട്ടുള്ളത് ഏകദേശം യൂസഫ് അലിയോ, കൊച്ചൗസെ ചിറ്റിലപ്പള്ളി, ജോയി ആലുക്കാസിനെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഇദ്ദേഹത്തിന്റെ നോട്ടത്തിലുള്ള ബിസിനസ്സുകാരായിട്ട് വരുന്നുള്ളൂ. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടാറ്റ, ബിർള, അംബാനിയെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് മാറിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 10% സമ്പത്ത് മാത്രം ഇടതുഭാഗത്തുള്ള ആളുകളുടെ കൈകളിലായി പോയത്? ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഇൻകത്തിന്റെ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇടതുഭാഗത്തുള്ള ആളുകൾക്ക് ആക്റ്റീവ് ഇൻകം ആണ് കിട്ടുന്നത്. അവർ വർക്ക് ചെയ്താൽ മാത്രമാണ് പണമുള്ളൂ. ജോലിക്ക് പോയാലേ ശമ്പളമുള്ളൂ, അല്ലെങ്കിൽ ഷോപ്പ് തുറന്നാലേ വരുമാനമുള്ളൂ. എന്നാൽ വലതുഭാഗത്തുള്ള ആളുകൾക്ക് കിട്ടുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് പാസീവ് ഇൻകം. എന്താണ് പാസീവ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർമ്മം ഒറ്റത്തവണ ചെയ്യുകയും കാലങ്ങളോളം അല്ലെങ്കിൽ തലമുറ വരുമാനം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ വലതുഭാഗത്തുള്ള ആളുകൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പണം പണിയെടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് മാറുന്നത്. ഇടതുഭാഗത്തുള്ള ആളുകൾ പണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ വലതുഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി പണം പണിയെടുക്കുന്നു. എന്താണ് അതിന്റെ കാരണം? അവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ അവർ എന്താണ് ചെയ്തത്? ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 10 കോടി രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അടുത്തുള്ള ടൗണിൽ പോയി ഒരു വലിയ ബിൽഡിംഗ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ അങ്ങ് പണിതിട്ട് കഴിഞ്ഞാൽ അത് റെന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളോളം അതങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കാലം നമ്മുടെ തലമുറകളിലേക്ക് അതിൽ നിന്നും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒരു എക്സാമ്പിൾ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വരുമാനം വേണം. ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർക്ക് മാത്രമാണ് ഇന്ന് റൈറ്റ് സൈഡിൽ നിലനിൽക്കാനും പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതൊരു സാധാരണക്കാരനും ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് മാറാൻ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് മാറാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സിഇഒ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഇടതുഭാഗത്ത് നിന്നും വലതുഭാഗത്തേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത? നമുക്ക് ഇടതുഭാഗത്ത് തന്നെയൊക്കെ നിന്നാൽ മതിയോ? ഇതാണ് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ചിത്രത്തിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, വീട്, വാഹനം, വിദേശ യാത്രകള്, അതുപോലെ തന്നെ EMI ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ്, റെക്കഗ്നേഷൻസ്, ബെറ്റർ എഡ്യൂക്കേഷൻ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, ചാരിറ്റി, ലിവ് എ ലെഗസി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് വളരെ ഫാസ്റ്റായി പറഞ്ഞു പോയതിന്റെ കാര്യം, ഈ 4 കാറ്റഗറി, നമ്മൾ ആദ്യം കണ്ട 4 കാറ്റഗറിയിലുള്ള ആളുകളുടെയും സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്വപ്നങ്ങളുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഒരു സാധാരണ ജീവനക്കാരൻ അല്ലെങ്കിൽ സാധാരണ ഒരു എംപ്ലോയിയുടെ സ്വപ്നമായിരിക്കില്ല വലിയൊരു ബിസിനസ്മാന്റെ സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷെ സ്വപ്നം ഇതൊക്കെ തന്നെയായിരിക്കും, അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതേ ഉള്ളൂ. ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം ജില്ല പോലും മുഴുവൻ കണ്ടിട്ടില്ലാത്ത ഒരാളെ ആയിരിക്കാം. പക്ഷെ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ടൂർ ആയിരിക്കാം അയാൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് നൽകാമെന്ന് സിഇഒ പറയുന്നുണ്ട്. പല ആളുകളും കുടുംബത്തിൽ പോലും റെക്കഗ്നേഷൻസ്, അംഗീകാരം കിട്ടാത്ത ആളുകൾ, നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള വിദ്യാഭ്യാസ ലോണുകളും
അല്ലെങ്കിൽ വണ്ടിയുടെ ലോണ്, വീടിന്റെ ലോണ്, ഇങ്ങനെയുള്ള പല ലോണുകളിലൂടെ ആളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇല്ലാത്തൊരു ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഒരു ചാരിറ്റിക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ 1000 രൂപ നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും 100 രൂപയായിരിക്കും നമുക്ക് നമ്മുടെ ആ സാഹചര്യം വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വീടും, എല്ലാവർക്കും ഒരു വീടും വാഹനവും ഒക്കെ ഇപ്പൊ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഇതിനെല്ലാം മാറ്റിമറിക്കാനായിട്ട് സിഇഒ ഇതെല്ലാം നമുക്ക് നൽകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ സിഇഒ അല്ല എങ്കിൽ, ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുന്നിൽ ഇല്ല എങ്കിൽ മറ്റെന്ത് അവസരമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത്? അതിന് ഞാൻ ഒറ്റ കാര്യം കൂടി കാണിച്ചു തരാം. ഈ ഒരു സ്ലൈഡ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം ഇതൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഒറ്റ സ്ലൈഡിന്റെ ആ ഒരു മഹത്വത്തിൽ ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തെ മാറ്റി ചിന്തിപ്പിച്ച ഒരു സ്ലൈഡാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഇതൊന്ന് കേട്ടിരിക്കുക. ഇന്ന് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് 70 വയസ്സ് വരെയൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ലൈഫ് എക്സ്പെക്ടൻസി 70 വയസ്സ് വരെയാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തിൽ 70 വയസ്സ് വരെയുള്ള ഒരു വ്യക്തികളുടെ ആ ഒരു ഏജ് കാണാനായിട്ട് സാധിക്കും. ഇതുവരെ ജീവിച്ചു തീർന്നതും ഇനി ജീവിക്കാനുള്ളതുമായിട്ടുള്ള വയസ്സുകളുടെ ദിവസക്കണക്കിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 70 വയസ്സ് വരെ ഒരു വ്യക്തിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഇന്ന് ദിവസക്കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 25,550 ദിവസമാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇത് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. സാധാരണ നമ്മളിപ്പോ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോലും പല മരിച്ച ആളുകളുടെയും പോസ്റ്ററുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. മിക്കവാറും 65, 68, 70, 72 ഈ ഒരു രീതിയിൽ തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോവിഡിന് ശേഷം ഇതൊരു 40നും 70നും ഇടയ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. 35, 40, 42, 48 ഇങ്ങനെയുള്ള രീതിയിലേക്ക് ആളുകളുടെ ആ ഒരു ആയുസ് തീരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പൊ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 25നും 70നും ഇടയ്ക്ക് പ്രായമുള്ള, അല്ലെങ്കിൽ 70 വയസ്സിൽ താഴെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇന്ന് എന്നെ കേട്ടുകൊണ്ട് ഈ സ്ക്രീനിൽ ഇരിക്കുന്നത്. നമുക്കൊരു മധ്യത്തിലിട്ട് 45 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ 16,425 ദിവസം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. 70 വയസ്സ് വരെ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ 9,125 ദിവസമാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കുക. ഈ 9,125 ദിവസവും നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ട്. എങ്ങനെ? വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്നുണ്ടോ? നമ്മൾ ആദ്യം കണ്ട സ്വപ്നങ്ങളെല്ലാം നേടുന്നതിനുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ 9,125 ദിവസവും കിട്ടുന്നുണ്ടോ? ഒരു ദിവസത്തെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 24 മണിക്കൂർ, 24 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ എത്ര മണിക്കൂർ? ഏകദേശം 8 മണിക്കൂർ കൂടി പോയ 10 മണിക്കൂർ. അപ്പൊ 8 മണിക്കൂർ ഒരു വ്യക്തിക്ക് ജോലി ചെയ്താൽ ബാക്കി 8 മണിക്കൂർ അവര് ഉറങ്ങാനായിട്ട് പോകുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ സ്വന്തം ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ ഈ 9,000 ചില്ലുവാനും ദിവസത്തെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 3,000 ചില്ലുവാനും ദിവസങ്ങളാണ് ഇപ്പോൾ 45 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇനി 70 വയസ്സ് വരെ ആയുസ് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ കിട്ടുന്നത്. നമ്മൾ ചിന്തിക്കുക, ഈ ഒരു 45 വയസ്സിനിടയ്ക്ക് സൃഷ്ടിക്കാൻ പറ്റാത്ത എന്ത് മിറാക്കിളാണ്, എന്ത് വരുമാനമാണ്, എന്ത് ലക്ഷറി ലൈഫാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ ചെയ്യുന്ന ജോലി തന്നെ അടുത്ത 5 വർഷമോ 10 വർഷമോ ചെയ്തു കഴിഞ്ഞാൽ നേടാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ വരുമാനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളാണെങ്കിൽ ആ വരുമാനം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കിട്ടുന്ന ഒരു മേഖലയിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്? അതല്ലെങ്കിൽ എന്താണ് അടുത്ത ഒരു മാർഗം? നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം മറ്റൊരു ജോലി ചെയ്യാനായിട്ട് നമുക്ക് ആരോഗ്യം അനുവദിക്കുന്നില്ല, നമ്മളുടെ സമയം അനുവദിക്കുന്നില്ല. 8 മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 8 മണിക്കൂർ ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പൊട്ടിപ്പോകൂല എന്ന് വിചാരിച്ച് എന്ത് ബിസിനസ്സാണ് ഈ കാലത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ ഒരു ബിസിനസ് കയ്യിൽ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അതേപോലെ ഒരു ബിസിനസ് 10 ആ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി താഴെ പോകും. അപ്പൊ ഇത്രയും വലിയൊരു അനിശ്ചിതത്വത്തിലാണ് സിഇഒ നമുക്കിത് വാഗ്ദാനം ചെയ്യാമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം ചെറിയ കാര്യമല്ല, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അവസരത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. ഈ ഒരു വാക്ക് പല സമയങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്. എന്താണ് ഈ ഒരു വാക്കിന്റെ പ്രസക്തി? ഏത് ഷോപ്പാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? എന്തിനാണ് ചേഞ്ച് ചെയ്യേണ്ടത്? 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നിലവിൽ ഏത് ഷോപ്പാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? 1. 2, അങ്ങനെ ഷോപ്പ് ചേഞ്ച് ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്? അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ നമ്മൾ ഷോപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഉൽപ്പന്നം വാങ്ങുന്ന ഷോപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണം. കുഴപ്പമുണ്ടെങ്കിലല്ലേ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പഴയ ഷോപ്പിൽ തന്നെ തുടർന്നാൽ മതി. അപ്പൊ എന്താണ് നിലവിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഷോപ്പിന്റെ പ്രശ്നം? എന്താണ്? ഏത് ഷോപ്പാണ് ചേഞ്ച് ചെയ്യേണ്ടത്? നിലവിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് എവിടെയാണോ ആ ഷോപ്പാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ
നിത്യവും ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഷോപ്പാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ പൂർവികരായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒരു 100 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നായിരിക്കാം നമ്മൾ വാങ്ങുന്നത്. വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഉൽപ്പന്നമാണോ നമുക്ക് കിട്ടുന്നത്? 100 രൂപയുടെ തന്നെ വാല്യൂ ഉള്ള ഉൽപ്പന്നം അല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏകദേശം ഒരു 35-40 രൂപ വില വരുന്ന ഉൽപ്പന്നമാണ് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 60 രൂപയും അധികം കൊടുത്തിട്ടാണ് ആ ഉൽപ്പന്നം നമ്മൾ വാങ്ങുന്നത്. ഇത് ആർക്കാണ് ഈ 60 രൂപ അധികമായിട്ട് പോകുന്നത്? എല്ലാവർക്കും അറിയാം. ഇതിനിടയ്ക്ക് കുറെ മീഡിയേറ്റേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഹോൾസെയിലേഴ്സ് ഉണ്ട്. അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടും സ്റ്റേറ്റ് വൈസ് ആയിട്ടും ഒക്കെ പല തട്ടുകളിലായിട്ട് അത് വീതം വെച്ച് പോകുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി വേറൊരു വിഭാഗവും കൂടിയുണ്ട്. ഇങ്ങനെ ഒരു ഉൽപ്പന്നം ആ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഷോപ്പിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ പറഞ്ഞിട്ടല്ല, മറിച്ച് പരസ്യങ്ങളിൽ കൂടിയാണ്, അഡ്വർടൈസ്മെന്റിൽ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പോകുന്നു. അപ്പൊ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ് 100 രൂപയിൽ 60 രൂപയും മാറ്റപ്പെട്ടു പോകുന്നത്. ഇതിന്റെ ഒരു കണക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 100 രൂപയ്ക്ക് 60 രൂപയാണെങ്കിൽ 1000-വും 10,000-വും ലക്ഷങ്ങളും ആകുമ്പോൾ എത്രയാണ് മാറുന്നത്? ഇന്ന് നമ്മൾ കാലങ്ങളായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് 1 കോടി രൂപയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ 60 ലക്ഷം രൂപയുടെ ഉൽപ്പന്നവും ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, 2019 പേപ്പർ കട്ടിംഗ് ആണിത്. പരസ്യ വിപണി 16% വളരും. ഈ സെൻട്രൽ കാണുന്ന 2 വ്യക്തികളെ നമുക്ക് സുപരിചിതരായിട്ടുള്ള വ്യക്തിയാണ്. ഒന്ന് വിരാട് കോഹ്ലി, മറ്റൊന്ന് ദീപിക പദുകോൺ. വിരാട് കോഹ്ലി ക്രിക്കറ്റ് കളിക്കാനായിട്ട് വന്നയാളാണ്. ദീപിക പദുകോൺ ഫിലിം സ്റ്റാർ ആണ്. എന്താണ് ഇവരുടെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്? 1213 കോടിയാണ് വിരാട് കോഹ്ലി പരസ്യത്തിൽ കൂടി മാത്രം കൊണ്ടുപോയിരിക്കുന്നത്. 728 കോടിയാണ് ദീപിക പദുകോൺ പരസ്യത്തിൽ കൂടി മാത്രം കൊണ്ടുപോയിരിക്കുന്നത്. ഇത് 2019 കണക്കാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളും ഈവൻ ധർമ്മക്കാര് പോലും ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ചെന്ന് വാങ്ങുമ്പോൾ ഇതുപോലെ ലോകത്തിലെ 12% കോടീശ്വരന്മാരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന പണം ഒരു സമ്പത്തിന്റെ പുനർവിന്യാസത്തിലൂടെ ഓരോ സാധാരണക്കാരിലേക്കും എത്തിക്കുന്ന ഒരു അവസരത്തിനെയാണെന്ന് സിഇഒ നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. എങ്ങനെയാണ് അത് സിഇഒ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്? ഇന്ന് സിഇഒ കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നമ്മളിലേക്ക് അത് എത്തുന്നത്. 3 ഇൻഡസ്ട്രിയുമായിട്ടാണ് സിഇഒ എന്ന് മെയിൻ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് വെൽനസ്, മറ്റൊന്ന് ഇ കൊമേഴ്സ്, വേറൊന്ന് ഡയറക്ട് സെല്ലിംഗ്. വെൽനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകൾക്കും അതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിലേക്ക് അറിവുകൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വെൽനസ് സെന്ററുകളൊക്കെ ഗവൺമെന്റുകൾ തുടങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അവയർനെസ് ഒക്കെ ആളുകൾക്ക് വന്നിട്ടുണ്ട്. ഒരു സൗഖ്യം എന്നുള്ളതാണ് ആ വാക്കിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് ഇന്ന് അതിനെ അറിയപ്പെടുന്നത്. പല പ്രമുഖ വ്യക്തികളും, ഹോൾസെയിൻ പിൽസറെ പോലെയൊക്കെയുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകൾ, അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള, സോഷ്യൽ എന്റർപ്രണർ ആയിട്ടുള്ള ഹോൾസെയിൻ പിൽസറെ പോലെയുള്ള ആളുകളൊക്കെ വരുന്നത് വരാൻ പോകുന്ന യുഗം വെൽനസിന്റെ യുഗം എന്നാണ്. പക്ഷെ നമ്മൾ ഇന്ന് പല ആളുകളും കണക്ട് ചെയ്തിരിക്കുന്നത് ഇൽനെസ് ഇൻഡസ്ട്രി ആയിട്ടാണ്. അസുഖങ്ങൾ. അപ്പൊ പലപ്പോഴും നമ്മൾ ആരോഗ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, നഴ്സസ്, അല്ലെങ്കിൽ മരുന്നുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. പക്ഷെ ഇതൊന്നും വെൽനസുമായിട്ടല്ല കണക്ട് ചെയ്തത്, ഇൽനെസ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വെൽനസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ന് ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. സിഇഒ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്കാണ്. 1. 2, ഇ കൊമേഴ്സ്. ആ ഒരു ഭാഗത്തെ പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയം കുറവായത് കാരണം വളരെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. 2, ഇ കൊമേഴ്സ്. നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഓയോ, ഊബർ, ഓല, ഇങ്ങനെയുള്ള പല പല മേഖലകളും ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ 51% ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡയറക്ട് സെല്ലിംഗ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിന്ന് പോലും പല ആളുകളും ലെഫ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് നമ്മളിലേക്ക് പല ആളുകളിലേക്കും ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇങ്ങനെ പല പേരുകളിലായിട്ട് അറിയപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി. പക്ഷെ ഇന്ന് പല ആളുകളും ഇത് ലെഫ്റ്റ് ആയി പോകാനുള്ള കാരണമുണ്ട് എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളെ പോലെയല്ല, ഇന്ത്യയിൽ ഇതിന് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ലോകത്തിൽ 500 കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാൽ 100-ലധികം കോടീശ്വരന്മാരെയും സൃഷ്ടിക്കപ്പെട്ട ഒറ്റ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. പല ഇൻഡസ്ട്രിയിലും കോടീശ്വരന്മാരുണ്ടായിട്ടുണ്ടാകാം. റബ്ബറിലുണ്ടാകാം, പെട്രോളിലുണ്ടാകാം, ഗോൾഡിലുണ്ടാകാം, റിയൽ എസ്റ്റേറ്റിലുണ്ടാകാം, കമ്പ്യൂട്ടറിലുണ്ടാകാം, ഇതിലൊക്കെ കോടീശ്വരന്മാരുണ്ടായിട്ടുണ്ടാകാം. പക്ഷെ കഴിഞ്ഞ 60-70 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ഒറ്റ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇതിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതുപോലെ ചീത്തപ്പേരുണ്ടാകാനുള്ള കാരണം?
അതിനു മുമ്പ് നമ്മൾ മറ്റൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ചൈന പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ ഒരു അവസരം വന്നപ്പോൾ അവരതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു, അതിനെ പഠിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇന്ന് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുള്ള ആളുകളെല്ലാം ഇന്ന് പല പല രാജ്യങ്ങളിലായിട്ടുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ബിസിനസ്സിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ പല കോടീശ്വരന്മാരും, വാറൻ ബുഫറ്റ്, റിച്ചാർഡ് ബ്രൻസൺ, 400ഓളം കമ്പനികളുടെ ഓണർ, വിർജിൻ ഗ്രൂപ്പിന്റെ തലവൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് പല കമ്പനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള പല കമ്പനികളും വേൾഡ് ഭീമൻ, FMCG വേൾഡ് ഭീമൻ ആയിട്ടുള്ള യൂണിലിവർ, അതുപോലെ തന്നെ സിറ്റി ബാങ്ക്, ജോക്കി, അണ്ടർ ഗാർമെന്റ്സ് സെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ജോക്കി, ലോറിയൽ, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ലോറിയൽ, മാർസ്, മിഠായികളും ടോഫീസും ഒക്കെ വിൽക്കുന്ന മാർസ്, അതുപോലെ റിമിംഗ്ടൺ, പിസ്റ്റൾസും റിവോൾവേഴ്സും ഒക്കെ വിൽക്കുന്ന റിമിംഗ്ടൺ, ഇങ്ങനെയുള്ള പല കമ്പനികൾക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിവിഷൻസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിനൊരു ചീത്തപ്പേരുണ്ടായതിന്റെ കാരണം? ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രി വന്നപ്പോൾ ഇതിനെ നിയമം കൊണ്ട് സംരക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ചു. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, ആട്, തേക്ക്, മാഞ്ചിയൻ, ടൈമിക്സ്, ലാബല്ല, ജനപ്രിയ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ വന്ന്, മണി ചെയിൻ പോലുള്ള കമ്പനികൾ വന്ന ആളുകളുടെ പണം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇന്ന് പല ആളുകളും ഈ ഒരു ഇൻഡസ്ട്രിയെ നെഗറ്റീവായിട്ട് കരുതുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിലുള്ള പണം 1 രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ആ മേഖലയെ കുറിച്ചുള്ള നമ്മളുടെ അറിവില്ലായ്മയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. പക്ഷേ 99% ആളുകളും അവനവന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് പണം നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കാതെ അടച്ചാക്ഷേപിക്കുകയാണ് ഒരു ഇൻഡസ്ട്രിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ അതിന് തെറ്റ് പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം എന്താണ്? ആളുകളുടെ അറിവില്ലായ്മയും തൊഴിലില്ലായ്മയും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്ന് പല കള്ള കമ്പനികളും വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് ഇതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് ഇതിനെ നിയമത്തിന്റെ ചട്ടക്കൂടിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ 3 IAS ഉദ്യോഗസ്ഥരെ തലപ്പത്ത് വെച്ചുകൊണ്ട് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി കൊണ്ടുവരികയും ഇന്ന് ഇതിനെ നിയമത്തിന്റെ ഒരു പരിരക്ഷയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയുടെ സുവർണ്ണ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നതെന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഇതുപോലുള്ള കമ്പനിയിലേക്ക് ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നത് വരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് അറിവുകൾ നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഒരു മൊബൈൽ ഫോണും അതിലൊരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ മനുഷ്യൻ സാറ്റലൈറ്റ് പോലെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു കാലത്ത് എങ്ങനെ നമുക്കൊരു നല്ല കമ്പനി ചൂസ് ചെയ്യാനായിട്ട് പറ്റും? ഒന്ന്, ആരാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ആരാണ് ഇതിന്റെ മാനേജ്മെന്റ്? ഇവർക്ക് എത്ര നാളായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുണ്ട്? നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് സമൂഹത്തിൽ കാണുന്ന മറ്റു പല മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള കമ്പനിയോ മറ്റോ ആളുകളോ വന്നിട്ട് എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്ക് അങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ പണം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഇരുന്ന് തല്ലിക്കൂട്ടി 5-6 ആളുകൾ തല്ലിക്കൂട്ടി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി അങ്ങ് തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എന്താണ് ഇവരുടെ ക്രെഡിബിലിറ്റി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സ്? ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. 2, എന്ത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി നമുക്ക് നൽകാമെന്ന് പറയുന്നത്? നമുക്ക് ഡെയിലി യൂസബിൾ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളാണോ നമുക്ക് നൽകാമെന്ന് പറയുന്നത്? അതിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയാണോ? ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ മാർക്കറ്റിൽ കിട്ടുന്ന അതേ ഉൽപ്പന്നം തന്നെയാണോ ഇവിടെ കിട്ടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ കിട്ടുന്ന അതേ ഉൽപ്പന്നം തന്നെയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടുന്ന് വാങ്ങിച്ചാൽ മതി, ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണോ കിട്ടുന്നത്? അതിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയാണോ? ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. പല്ല് തേക്കുന്ന പേസ്റ്റിന് 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു സാധാരണക്കാരനും അത് താങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പൊ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഏതൊരു സാധാരണക്കാരനും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉൽപ്പന്നമായിരിക്കണം കമ്പനി നമുക്ക് നൽകുന്നത്. ഇതാണ് ഉൽപ്പന്നത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തായാലും നമ്മൾ ഒരു അധിക വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കമ്പനി നമുക്ക് വരുമാനം നൽകാമെന്ന് പറയുന്നത്? ഇന്ന് ഈ ഒരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും ഇടതും വലതും ആളെ ചേർക്കുമ്പോൾ പൈസ തരുന്നു, അല്ലെങ്കിൽ ആളെ ചേർക്കുമ്പോഴേ പൈസ തരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് പല ആളുകളും നമ്മളെ സമീപിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഒരു നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇന്ന് നിലനിൽക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ടേൺ ഓവറിൽ നിന്നും വരുമാനം കൊടുത്തുകൊണ്ടാണ്. അപ്പൊ നമ്മളെ സമീപിക്കുന്ന കമ്പനി എങ്ങനെയാണ് നമുക്ക് വരുമാനം നൽകാമെന്ന് പറയുന്നത്? ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മേഖലയിൽ ഇന്ന് പലപ്പോഴും നമുക്ക് അറിവില്ലാത്തൊരു കാര്യം, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും പറയുകയാണ്, ഇത്രയും ലോക കോടീശ്വരന്മാരെല്ലാം മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ഇത്രയും ആളുകളെ കോടീശ്വരന്മാരാക്കി, ഇത്രയും ആളുകളെ സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട്
ഞാനും പ്രവർത്തിക്കാൻ പോകുന്നു അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഏത് കോളേജിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കും? ഇന്നൊരു ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കേറ്റോ മറ്റേതെങ്കിലും പ്രൊഫഷണൽ മേഖലയിലേക്ക് പോകണമെങ്കിൽ അത് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഉണ്ട്. ഇത് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയോ കോളേജുകളോ ഇല്ല. നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ പരിചയത്തിലോ ഈ മേഖലയിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ഇല്ല. പിന്നെ നമ്മൾ ആരോട് ചോദിച്ച് ഇത് പഠിപ്പിക്കും? അപ്പോഴാണ് നമ്മൾ ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം വരുന്നത്. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനിയിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം ഉള്ള കമ്പനിയിലേക്കാണോ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്? ഈ 4 കാര്യങ്ങളും ആരാണ് കമ്പനി നടത്തുന്നത്? എന്താണ് അവർ നൽകുന്ന ഉൽപ്പന്നങ്ങൾ? അതിന് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റി ഉണ്ടോ? അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിലാണോ? എങ്ങനെയാണ് ഇവർ വരുമാനം നൽകുന്നത്? അത് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കമ്പനിയാണോ? ഇത്രയും കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിലേക്കാണ് സിഇഒ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു കമ്പനിയെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇടതുഭാഗത്ത് കാണാനായിട്ട് സാധിക്കും 3 വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ രീതിയിൽ പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്നോ അല്ലെങ്കിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ത്രിമൂർത്തി സംഗമമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കമ്പനിയുടെ MD ശ്രീ ഗൗതം ബാലി സർ, ഒപ്പം 2 ഡയറക്ടേഴ്സ് ദീപക് സൂദ് ആൻഡ് കൺവർ സിംഗ്. ഈ 3 വ്യക്തി പ്രഭാവങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അവരുടെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന മികവോടുകൂടി ഇന്ന് ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന, വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ട് ജൈത്രയാത്ര നടത്തുകയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ സ്വന്തം കമ്പനി. അവരുടെ വിഷനും മിഷനും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഓരോ വ്യക്തികൾക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതാണ് കമ്പനിയുടെ വിഷൻ എങ്കിൽ ഗ്ലോബലി ഡയറക്ട് സെൽ മാർക്കറ്റിംഗിൽ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ മിഷൻ. അപ്പൊ എന്താണ് ഈ കമ്പനിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 2004 ആരംഭിച്ച ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് വളരെ അഭിമാനപൂർവ്വം തന്നെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു പല കമ്പനികളും ഇതിനു മുൻപ് വന്നിട്ടുണ്ടാകാം, പക്ഷെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ളത് വെസ്റ്റീജ് ആണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത് ഈ 3 പേരുടെ പ്രവർത്തന മികവ് തന്നെയാണ്. ബാക്കി കമ്പനി വിഭാവനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം 350-ൽ പരം സ്വന്തം ഉൽപ്പന്നങ്ങളിലൂടെയാണ് കമ്പനി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 5000-ൽ പരം ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. 2.5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 5000-ൽ പരം കാർ അച്ചീവേഴ്സ് ഉണ്ട്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പല മേഖലയിലും കാറൊക്കെ സ്വന്തമാക്കുന്നുണ്ടാകാം, പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സ്വത്താണ്. അതുകൊണ്ടാണ് കാർ അച്ചീവേഴ്സിന്റെ ഒക്കെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2700 കോടി ടേൺ ഓവർ ആണ് 2019-20 കാലയളവിൽ കമ്പനി നമുക്ക് വിറ്റുവരവാണ് നടന്നത്. അതുപോലെ തന്നെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 79% മേലെ കാണിക്കുന്ന ഒരു കമ്പനി. വേൾഡിൽ 38ാമത്തെ പൊസിഷനാണ്. എന്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? ലോകത്തെ ഏറ്റവും നല്ല മികച്ച കമ്പനി 100 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 38ാമത്തെ പൊസിഷനിലാണ് വെസ്റ്റീജ് നിൽക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, വേറെ ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ആദ്യത്തെ 100 പട്ടികയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. മറ്റൊന്ന്, 8000-ൽ പരം ആളുകളെ ഒറ്റ വർഷം വിദേശ ട്രിപ്പ് കൊണ്ടുപോയി ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, ദുബായ്, നേപ്പാൾ, ബഹ്റിൻ, ബംഗ്ലാദേശ്, സൗദി, ഒമാൻ, തായ്ലൻഡ്, ഗാന, ഒപ്പം ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പൈൻസിൽ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കും ഇന്ത്യക്ക് വെളിയിൽ കാലുറപ്പിക്കാൻ പറ്റാത്തപ്പോഴാണ് 10ഓളം രാജ്യങ്ങളിൽ മാർക്കറ്റിംഗ് വിങ്ങിനെ വികസിപ്പിച്ചുകൊണ്ട് കമ്പനി ജൈത്രയാത്ര തുടരുന്നത്. ഇതാണ് അഭിമാനകരമായിട്ടുള്ള നമ്പർ 1 ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, എടുത്തു പറയാവുന്ന പല കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരുപാട് അവാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. എന്താണ് വെസ്റ്റീജിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജസ്? ഇവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ഇല്ല. നമ്മൾ ആദ്യം ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് മാറുന്ന പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളെ പറ്റി സംസാരിച്ചിരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു വലതുഭാഗത്തേക്ക് മാറുന്നതിന് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു അവസരമാണെന്ന് പറഞ്ഞു. വെസ്റ്റീജിൽ നമുക്ക് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ റിസ്ക് ഇല്ല. എന്നാൽ നമുക്ക് അൺലിമിറ്റഡ് ഇൻകം ഇവിടെ ലഭ്യമാകുന്നുമുണ്ട്. ഒപ്പം ഇതൊരു ഫാമിലി ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരാൾക്ക് ഒരാഴ്ചത്തേക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെ ആ ഒരു ജോലിയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇതൊരു ഫാമിലി ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ സക്സസ്ഫുള്ളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഒപ്പം പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഇന്ന് പല സ്ഥാപനങ്ങളിലും പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വരുമാനം പോലും നിശ്ചയിക്കുന്നത്. ഇവിടെ പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഒപ്പം പാസീവ് ഇൻകവും നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഏത് ബിസിനസ് ആണ് പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് ചെയ്ത് നമുക്ക് തലമുറകളിലേക്ക് വരുമാനം നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ നമുക്ക് അതിനും തുടക്കത്തിൽ തന്നെ
പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിലവിലുള്ള ജോലിയുടെ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഒപ്പം പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ലഭ്യമാകുന്നു. ഇന്ന് നമ്മൾ മറ്റേത് മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ അറിവുകളും കഴിവുകളും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഓവറോൾ നമ്മൾക്ക് പേഴ്സണൽ ഗ്രോത്ത് കിട്ടുന്നു. ഒരു ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണമോ അതെല്ലാം നമുക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ ഉള്ളത്. ഒപ്പം നമുക്കൊരു ടൈം ഫ്രീഡവും കൂടി വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ നമുക്ക് പ്രത്യേകിച്ചും രജിസ്ട്രേഷൻ ഫീസോ ആനുവൽ റിന്യൂവൽ ഫീസുകളോ ഒന്നും തന്നെ ഇല്ല. ഇന്നിപ്പോ ആപ്പുകളും കാര്യങ്ങളും എല്ലാം ഡിജിറ്റലൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് സാധിക്കും. 3 രീതിയിൽ കമ്പനി നമ്മളിലേക്ക് 3 വിരലുകളാണ് ചൂണ്ടുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 അവസരം അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് വന്നത്. ഒന്ന് നമുക്കൊരു കൺസ്യൂമർ ആയിട്ട് ഇതിൽ തുടരാം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കൺസ്യൂമർ ആയിട്ട് തുടരാം, അതും അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആയിട്ട് നമുക്ക് തുടരാം. എന്താണ് ഇതിന്റെ 3ന്റെയും പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഫ്രീ ജോയിനിങ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നമ്മളുടെ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്ന കാര്യമാണെന്നും പറഞ്ഞു. അപ്പൊ ഒന്നും നമുക്ക് MRP റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. 10 മുതൽ 20% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു അവസരമാണ് തുടക്കത്തിൽ നമുക്ക് വരുന്നത്. 10% ഫ്രീ പ്രൊഡക്റ്റ് എല്ലാ മാസവും കിട്ടുന്നു. സ്ഥിരമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 25% മുതൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു അവസരവും കൂടി നമുക്ക് ഇവിടെ സാധ്യമാകുന്നുണ്ട്. 2.5% മുതൽ 8% വരെ സബ്സിഡി എമൗണ്ടിന്റെ രീതിയിൽ നമുക്ക് ബാങ്കിലേക്ക് കിട്ടുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ മാർക്കറ്റിൽ പോയി ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ഉൽപ്പന്നം വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ടോ? നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫറുകളും കാര്യങ്ങളും ആയിട്ട് കിട്ടുന്നുണ്ടാകാം. പക്ഷെ ഇത്രയും വലിയൊരു ഓഫർ 10 മുതൽ 20% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നു. അതിനുശേഷം നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. സ്ഥിരമാണെങ്കിൽ നമുക്ക് പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നു. അഡീഷണൽ ആയിട്ട് പണ്ട് നമുക്ക് ഗ്യാസ് ഒക്കെ വാങ്ങിച്ചപ്പോൾ സബ്സിഡി കിട്ടിയതുപോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ബാങ്കിലേക്ക് ഒരു സബ്സിഡി കൂടി കമ്പനി നൽകാമെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ലോകത്തിൽ ഒരു കമ്പനിയും ചെയ്യാത്തൊരു വാഗ്ദാനമാണ്. എന്നാൽ അടുത്തതായിട്ട് പറയുന്നത് എന്തെങ്കിലും മോശ സാധനം തന്നുകൊണ്ടല്ല നമുക്ക് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ചെയ്യുന്നത്. 100% സാറ്റിസ്ഫാക്ഷൻ പ്ലസ് 100% റീഫണ്ട് ഗ്യാരണ്ടിയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. എന്താണ് ഇവിടെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെന്തെങ്കിലും മോശമായിട്ടുള്ളതോ കേടായിട്ടുള്ളതോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതോ ഒക്കെ ആണെങ്കിൽ കടക്കാർ മാറിത്തരും. അതല്ലാതെ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി റീഫണ്ട് ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ നിറം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതിന്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാം. ഫുൾ കംപ്ലീറ്റ് ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ്, ഏത് രീതിയിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പോലും നമുക്ക് ഫുൾ റീഫണ്ട് ഗ്യാരണ്ടിയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് മറ്റൊരു മേഖലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അടുത്തതായിട്ട് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇന്ന് പല കമ്പനികളും ഇന്റർനാഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് സ്വന്തം രാജ്യത്തിന് വെളിയിലേക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റാതിരിക്കുമ്പോൾ 10ഓളം രാജ്യങ്ങളിൽ വിൽക്കുന്ന അതേ ഉൽപ്പന്നങ്ങൾ തന്നെ ഇന്ത്യയിലും അല്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ നൽകി എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് അറ്റ് ഇന്ത്യൻ പ്രൈസ് ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു വ്യക്തിക്കും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ എക്കണോമിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പരിചയക്കാരോടോ ഷെയർ ചെയ്യാൻ ഒന്ന് തയ്യാറായാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് പ്ലാനോട് കൂടിയാണ് കമ്പനി നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. 65% പേ ഔട്ട് കൊടുക്കുന്ന മറ്റു പല കമ്പനികളും 90, 100 തരാമെന്നൊക്കെ നിങ്ങളോട് പറയും. പക്ഷെ അതൊന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ. ക്ലിയർ ആയിട്ട് 65% പേ ഔട്ട് നൽകുന്ന മാർക്കറ്റിലെ നമ്പർ 1 കമ്പനിയാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, നാഷണൽ ഇന്റർനാഷണൽ ട്രിപ്പുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേടി സാക്ഷാൽ ജീവിതം മുന്തിരിച്ചാറ് പോലെ ആസ്വദിക്കാൻ പറ്റുന്ന അനേകം ആയിരം ആളുകളുടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വെസ്റ്റേജ് വന്നിരിക്കുന്നത്. ഒപ്പം എന്തൊക്കെയാണ് കമ്പനിയുടെ കാറ്റഗറി പ്രോഡക്ട്സ് എന്ന് നമുക്ക് നോക്കാം. പല കാറ്റഗറിയിലായിട്ടാണ് 16ഓളം കാറ്റഗറിയിലാണ് കമ്പനി നമുക്ക് പ്രൊഡക്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ആയിട്ടും വെൽനസ് കാറ്റഗറിയിലാണ്. അതിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. പ്രൈം കാറ്റഗറിയിലുള്ള ധാരാളം ഇപ്പൊ സബ്ലിംഗ്വൽ സ്പ്രേ പോലുള്ള ഉൽപ്പന്നങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. നാക്കിനിടയിൽ അടിച്ചു കൊടുക്കുന്ന സ്പ്രേ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്, ജോയിന്റ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിന് വേണ്ടിയിട്ടുള്ളത്, ഗ്ലൈസമിക് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഡീടോക്സിഫൈ റെജുവിനേഷന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, വുമൺ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പല 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 ഉൽപ്പന്നങ്ങളും വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഓരോ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ പല ഘട്ടങ്ങളിലൂടെ ഒരു ചെറുപ്പക്കാരിയായ അല്ലെങ്കിൽ ഋതുമതിയാകുന്ന സമയം മുതൽ മെനോപ്പസ് വരെയുള്ള സമയങ്ങളിൽ
പല മാനസിക പിരിമുറുക്കങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ യൂട്രസ് ഹെൽത്തിന് വേണ്ടിയിട്ടും മറ്റു പല ഹെൽത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ, ഫുഡ് ആൻഡ് ബിവറേജ് കാറ്റഗറിയിൽ നമുക്ക് റൈസ് ബ്രാൻ ഓയിലുകൾ വരുന്നുണ്ട്, തേയില വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച പല പ്രോഡക്റ്റുകളും. റൈസ് ബ്രാൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ആദ്യ സമയത്ത് കേട്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാതിരുന്ന പ്രോഡക്റ്റുകളായിരുന്നു റൈസ് ബ്രാൻ ഓയിൽ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ആ ഒരു ഗുണമേന്മ നമുക്ക് മനസ്സിലായത്. നാരുകൾ അടങ്ങിയ ഏക ഭക്ഷ്യ എണ്ണയാണ്, ഒമേഗ 3 അടങ്ങിയ ഭക്ഷ്യ എണ്ണ, ഗാമ ഒറൈസിനോൾ അടങ്ങിയ ഭക്ഷ്യ എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ. ഇന്ന് നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ പ്രത്യേകത എന്താണ്? സാധാരണ മാർക്കറ്റിൽ 2 ടൈപ്പ് തവിടെണ്ണ കിട്ടുന്നുണ്ട്, കെമിക്കലി റിഫൈൻഡും ഫിസിക്കലി റിഫൈൻഡും. ഇത് ആധുനിക ടെക്നോളജിയിലൂടെ പിഴിഞ്ഞെടുത്ത തവിടെണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒറൈസിനോൾ നഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് വൃത്തികെട്ട ചൊവയുമില്ല, സ്മെല്ലുമില്ല, മണവും ഒന്നുമില്ല. ഇതിന്റെ സ്മോക്കിംഗ് പോയിന്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. 232 ഡിഗ്രിയാണ് ഇതിന്റെ സ്മോക്കിംഗ് പോയിന്റ്. അതുകൊണ്ട് തന്നെ സാധാരണ വെളിച്ചെണ്ണ, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒക്കെ 100-110 ഡിഗ്രിയിൽ പുകയുമ്പോൾ ഇത് പുകയ്ക്കാൻ പറ്റിയ ഒരു ഓയിൽ പോലും അല്ലെ ഒരു പാത്രം പോലും നമ്മുടെ വീട്ടിലില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ എണ്ണ പുകയുമ്പോഴാണ് കാർബൺ ആവുന്നത്. ഇത് കാർബൺ ആവുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ മറ്റ് ആയുസാന്റെ കാറ്റഗറിയിൽ മറ്റ് ഓരോ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന, ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, റെസ്പിറേറ്ററി സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ഇങ്ങനെ ഓരോരോ ഓർഗൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല കാറ്റഗറി പ്രൊഡക്ട്സുകൾ ആ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, പല ആളുകളും ഈ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലും ജ്യൂസ് രൂപത്തിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ ഇത് മരുന്നാണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പല ആളുകളും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ആധുനിക ടെക്നോളജിയിൽ വേവിക്കാത്ത പച്ചയായ പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും ഊറ്റിയെടുക്കുന്ന സത്തിനെ ക്യാപ്സ്യൂൾ രൂപത്തിലും ജ്യൂസ് രൂപത്തിലും പൗഡർ രൂപത്തിലുമാക്കിയാണ് കമ്പനി നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതൊന്നും മരുന്നല്ല, ഫുഡ് സപ്ലിമെന്റിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റുകളാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒന്നും വേസ്റ്റേജ് വരുന്നില്ല. ഇപ്പൊ മഞ്ഞളിൽ തന്നെ, മഞ്ഞളിന്റെ ഏറ്റവും അതിന്റെ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ എസൻസ് ആയിട്ട് വരുന്നത് കുർക്കുമിനാണ്. തക്കാളിയിൽ നിന്നാണെങ്കിൽ ലൈക്കോപ്പിൻ, ക്യാരറ്റിലാണെങ്കിൽ ലുട്ടീൻ, ഇങ്ങനെയുള്ള എസൻസിനെ മാത്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ട് മാത്രം ഊറ്റിയെടുത്തിട്ടാണ് ഇത് ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ ആക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുമ്പോൾ വേസ്റ്റേജ് വരുന്നു. പക്ഷെ ഇവിടെ ഫുഡ് സപ്ലിമെന്റിൽ നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോഡി പൂർണ്ണമായിട്ടും അതിനെ സ്വീകരിക്കുന്നു. നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് സപ്ലിമെന്റ്സിന്റെ ഒരു പ്രത്യേകത അതാണ്. അതേപോലെ തന്നെ സ്കിൻ കെയർ കാറ്റഗറിയിൽ നമുക്ക് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. പല ഏത് ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡെർമാറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള, ഒഫ്താൽമിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് സ്കിൻ കെയർ കാറ്റഗറി ആൻഡ് പേഴ്സണൽ കെയർ കാറ്റഗറിയിലൊക്കെ വരുന്നത്. അതുപോലെ ഓറൽ കെയറിൽ വരുന്നുണ്ട്, മറ്റ് അഗ്രി കെയറിൽ വരുന്നുണ്ട്, വുമൺ ഹൈജീൻ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ഇന്ന് നമ്മുടെ ശത്രുക്കൾക്ക് പോലും പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട സാനിറ്ററി നാപ്കിൻ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല നാപ്കിനുകളും പ്ലാസ്റ്റിക് കോട്ടിംഗ് അടങ്ങിയിട്ടുള്ള നാപ്കിനുകളാണ്. ഇന്ന് യൂട്രസ് ക്യാൻസർ, ഫെലോപ്പിയൻ ക്യാൻസർ, ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം മാർക്കറ്റിൽ കിട്ടുന്ന നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് കോട്ടിംഗ് അടങ്ങിയിട്ടുള്ള നാപ്കിനാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന എല്ലാ ഡിസ്ചാർജസും ചെറിയ ചൂടോട് കൂടിയാണ് വരുന്നത്. ഈ ഒരു ചൂടായിട്ടുള്ളപ്പോ ബ്ലഡ് ആണെങ്കിൽ പോലും ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു വാതകമാണ് ഫോം ചെയ്യുന്നത്. ഇത് നമ്മുടെ യൂട്രസിനെ ഹാനികരമായിട്ട് ബാധിക്കുന്നു. അവിടെയാണ് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്ത പ്രീമിയം കോട്ടണിൽ നമുക്ക് 8 ലെയറിൽ വരുന്ന ഈ ഒരു നാപ്കിന്റെ ഒക്കെ പ്രത്യേകത. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ വ്യക്തികൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള അനയോൺ സ്ട്രിപ്പ് അടങ്ങിയിട്ടുള്ള നാപ്കിൻ, അതുപോലെ തന്നെ മെൻസ് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് മറ്റേ സ്കിൻ കെയർ, കളർ കോസ്മെറ്റിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹോം കെയർ കാറ്റഗറിയിൽ വണ്ടർഫുൾ ആയിട്ടുള്ള വാഷിംഗ് പൗഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഷ് വാഷ് ആയിക്കോട്ടെ, ടോയ്ലറ്റ് ക്ലീനർ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ. നമ്മുടെ മൾട്ടിപർപ്പസ് ക്ലീനർ ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് അൾട്രാ സ്വാബ് ഫ്ലോർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന 3 ഉൽപ്പന്നങ്ങളെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഒഴിവാക്കാൻ പറ്റും. ആ ഒരു പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒന്ന് തറ തുടയ്ക്കുന്നതിന് മാർക്കറ്റിൽ പരസ്യം കാണിക്കുന്ന ഉൽപ്പന്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന് ഡെറ്റോളിന് പകരമായിട്ട് ഉപയോഗിക്കാം. വേറൊന്ന് പാറ്റ, വലിയ എട്ടുകാലിയൊക്കെ നമ്മൾ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹിറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്. ഡെറ്റോളിന് പകരമായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നതിന്റെ കാരണം, ഡെറ്റോളിൽ അണുനാശിനിയായിട്ട് വരുന്നത് ബെൻസാൽ കോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. ഡെറ്റോളിൽ അത് 4% ആണെങ്കിൽ ഇതിൽ 12% അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് പലതും. അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് പൗഡർ, അലക്കുന്ന കല്ല് വേണ്ട, വാഷിംഗ് മെഷീൻ വേണ്ട, സോപ്പ് കട്ട വേണ്ട, മുക്കി വെച്ചാൽ മാത്രം മതി. 1/4 മണിക്കൂർ കഴിയുമ്പോൾ നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് വിരിച്ചാൽ മാത്രം മതി. നമ്മൾ ചെയ്യുന്ന പണിയും മെഷീൻ ചെയ്യുന്ന പണിയും സോപ്പ് പൊടി തന്നെ ചെയ്തോളും. വെള്ള വസ്ത്രങ്ങൾക്ക് കൂടുതൽ വെണ്മ കിട്ടാൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ ഇളകി പോകുന്ന അഴുക്ക് വീണ്ടും കയറി പിടിക്കാതിരിക്കാനായിട്ട് ആന്റി റീഡെപ്പോസിറ്റബിൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ള വസ്ത്രങ്ങളും മോശം അടുക്കളയിലൊക്കെ പെരുമാറുന്ന മോശം തുണിയും ഒരുമിച്ച് ഒരു ബക്കറ്റിൽ നമുക്ക് മുക്കിയിടാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്
അലക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കളയണ്ട. നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെടികൾക്കോ പച്ചക്കറികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മീനമാസത്തിൽ കരിയാൻ നിൽക്കുന്ന ചെടി പോലും ആർത്ത് കിളുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്രമാത്രം മിറാക്കുലസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പല കാറ്റഗറിയിലായിട്ട് നമുക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇൻകം കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ഒരു വരുമാനം എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് 9 ടൈപ്പ് വരുമാനമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പലതരത്തിലുള്ള ബോണസുകളായിട്ടും ഫണ്ടുകളായിട്ടും കമ്പനി നമുക്ക് നൽകുന്നു. അതിലേക്ക് ആ ഒരു ഇൻകം കിട്ടുന്ന കുറച്ച് വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് സിദ്ധാർത്ഥ് സിംഗ്. 1 കോടിക്ക് മേലെയാണ് അദ്ദേഹം വരുമാനം വാങ്ങുന്നത്. മറ്റൊന്ന് നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ട് വരുന്ന ശ്രീ SP ഭാരൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ പറ്റിയൊക്കെ നമ്മളൊന്ന് പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു മഹത് വ്യക്തി, അനേകമായിരം ആളുകളുടെ ജീവിതത്തിൽ വിളക്കായി മാറിയ ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു 2 പതിറ്റാണ്ടിലേറെയായിട്ട് ഈ ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി. ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, സ്പിരിച്വൽ ലീഡറാണ്. മറ്റു പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി പ്രിയദർശിനി അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി. ഒരു രാജ്യത്തിന്, ഒരു സമൂഹത്തിന്, ഒരു മേഖലയ്ക്ക്, സ്വന്തം പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ അവാർഡൊക്കെ കിട്ടുന്നത്. ഇന്ത്യയിൽ പോലും മദർ തെരേസയ്ക്കാണ് ആ ഒരു അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബഹുമുഖ പ്രതിഭകൾ, ഒരുപാട് ബുക്കുകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇവർ വെസ്റ്റീജിലേക്ക് ജോയിൻ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവര് പല കാര്യങ്ങളും പഠിച്ച് പല ആസ്പെക്ട്സിൽ അതിനെ നോക്കി കണ്ട് വിലയിരുത്തിയതിനു ശേഷമാണ് ഇതുപോലുള്ള ലെജൻഡറി പേഴ്സണാലിറ്റീസ് ഒക്കെ ഈ ഒരു കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ചുറ്റും വരുന്ന കമ്പനികളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ഈ മേഖലയിലേക്ക് വരുന്നത് എന്നുകൊണ്ട് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോയത്. അടുത്തതായിട്ട് കേരളത്തിൽ അനേകം ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് മെന്റർ ശ്രീ ഭരതൻ സാർ, തൃശൂർ സ്വദേശിയാണ്. അദ്ദേഹം ഈ ഒരു തഹസിൽദാരായി റിട്ടയർ ആയതിനു ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. നമ്മൾ ആദ്യം ലീവ് എ ലെഗസി എന്ന് പറഞ്ഞതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ സുധീഷ് ധനലക്ഷ്മി ബാങ്കിൽ ഓഫീസർ ആയിരിക്കെ ഈ ഒരു മേഖലയാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ മകനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഇന്ന് വളരെ ശക്തമായിട്ട് കേരളത്തിൽ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ആയിട്ട് ബിസിനസ് ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന 2 വ്യക്തികളാണ് ഇവര്. എന്നാൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിൽ തന്നെ ഇന്ന് അനേകമായിരം ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ടുള്ള ശ്രീ ജ്യോതിഷ് കുമാർ സർ, ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഈ ഒരു ബിസിനസ്സിലൂടെ ആദ്യം നമ്മൾ കാണിച്ച ഭരതൻ സാറും സുധീഷ് സാറും ഒക്കെ വളരെയധികം കാറുകളും വളരെ ലക്ഷറി ലൈഫാണ് ആസ്വദിക്കുന്നതെങ്കിൽ മറ്റൊരു പ്രഭാവത്തെ തന്നെയാണ് നമുക്ക് ജ്യോതിഷ് കുമാർ സാറിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന കേരളത്തിലെ മറ്റൊരു ലീഡറാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് മാറിയിട്ടുള്ള പല ആളുകളെയും നമുക്ക് വരും നാളുകളിൽ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്. എല്ലാവരെയും ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കൺസ്യൂമർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥിരം കസ്റ്റമർക്ക് എന്താണ് ബെനിഫിറ്റ്, ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നം വാങ്ങി, അതിനുശേഷം നമ്മൾ ആ ഓണറോട് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ 1 വർഷമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് സ്ഥിരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് തരാനായിട്ടില്ല. കവറിന് പോലും പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു വ്യക്തിയെ നേരെ വെസ്റ്റീജിന്റെ ഷോപ്പിലേക്ക് നമ്മൾ പർച്ചേസ് മാറ്റിക്കഴിഞ്ഞാൽ ഇന്നൊരു മിനിമം ഒരു ചെറിയ കുടുംബത്തിന് ജീവിക്കാൻ പോലും 5000-10000 രൂപയൊക്കെ ചെലവ് വരുന്ന കാലത്ത് നമ്മൾ ഇവിടെ ഒരു കണക്കിന് വേണ്ടിയിട്ട് 3500 രൂപ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം എന്ന് നോക്കാം. നമുക്ക് 3500 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുന്ന MRP ഉള്ള ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു 10 to 20% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. 500 രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് സ്പോട്ടിൽ കിട്ടുന്നു. ഒപ്പം തന്നെ നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റും അപ്പൊ തന്നെ കിട്ടുന്നു. 3000 രൂപ ബില്ലിംഗ് എമൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ കിട്ടുന്നു. അതുകൂടാതെ സബ്സിഡി ആയിട്ട് നമുക്ക് ബാങ്കിലേക്ക് ഒരു എമൗണ്ട് വരുന്നു എന്ന് പറഞ്ഞു. തുടക്കക്കാർക്കാണെങ്കിൽ പോലും മിനിമം ഒരു 100 രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇപ്പൊ നോക്കുക, 500 രൂപ ഡിസ്കൗണ്ട് കിട്ടി, 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി, 100 രൂപയെങ്കിലും മിനിമം അക്കൗണ്ടിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 900 രൂപയുടെ ബെനിഫിറ്റ് അപ്പൊ തന്നെ ഒരു സാധാരണ കസ്റ്റമർക്ക് നെക്സ്റ്റ് മന്ത് ആണ് നമുക്ക് ബാങ്കിലേക്ക് സബ്സിഡി വരുന്നത്. അപ്പൊ ഒരു
ഒരു സാധാരണ കസ്റ്റമർക്ക് പോലും 900 രൂപയുടെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്നാൽ ഈ ഒരു പർച്ചേസ് അവര് 4 മാസം തുടർച്ചയായിട്ട് എല്ലാ മാസവും 14-ാം തീയതിക്ക് മുൻപാണ് ചെയ്യുന്നതെങ്കിൽ 5-ാം മാസം 3000 രൂപയുടെ ഉൽപ്പന്നം 5 പൈസ കൊടുക്കാതെ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ലോകത്തിൽ ഒരു കടക്കാരും ചെയ്യാത്ത, ഒരു കമ്പനിക്കാരും ചെയ്യാത്ത ഒരു വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സ്ഥിരം കസ്റ്റമർ ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലാഭം വരുന്നത്? എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പകുതിയിൽ താഴെ വില മാത്രമേ വരുന്നുള്ളൂ. ഓരോ ഉൽപ്പന്നങ്ങളുടെ വില എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഈ ഒരു 5 മാസത്തെ പർച്ചേസ് കൊണ്ട് തന്നെ പകുതിയിൽ താഴെ വില മാത്രം നമുക്ക് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഷോപ്പിലേക്ക് ഒന്നുകൂടി പോകേണ്ടതായിട്ടിരിക്കുന്നു. 100 രൂപയുടെ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ആ 60 രൂപ ഇവിടെ നമുക്ക് പല രീതിയിൽ, പല ഫണ്ടുകൾ, പല സബ്സിഡികൾ, പല ഓഫറുകളായിട്ട് കമ്പനി നമ്മൾക്ക് തന്നെ തിരിച്ചു തരുന്നു. ഫ്രീ പ്രൊഡക്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മൾ ഏതെങ്കിലും തുണിക്കടയിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കടയിലോ ഒക്കെ പോയി കഴിയുമ്പോൾ ഗ്ലാസോ കപ്പോ ഒക്കെ പാക്ക് ചെയ്ത് തരുന്ന പോലത്തെ അല്ല. ഇതേ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഓരോ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. കിട്ടി വാങ്ങിച്ച് അനുഭവിക്കുന്ന അനേകം ആളുകൾ ഇന്ന് ഈ സ്ക്രീനിൽ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിപ്പുണ്ട്. ഇൻകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 30 രൂപയുടെ ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടുന്നു. ഇവിടെ പോയിന്റ് അടിസ്ഥാനത്തിൽ പോയിന്റുകൾ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് വരുമാനം ലഭ്യമാകുന്നത്. 5, 8, 12, 16 ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ 5% ആണെങ്കിൽ അത് 8, 12, 16ലേക്കും എത്തുന്നു. കടന്നു വരുന്ന ഓരോ വ്യക്തികളും സ്വന്തമായിട്ട് 16% സബ്സിഡി കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നും പറയുന്നില്ല. ഈ ഒരു 16% ലെവലിലേക്ക് എത്താനായിട്ട് 5500 പോയിന്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു 16%ലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1,60,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളോ നമ്മുടെ ടീമോ ചേർന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 16%ലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ 16%ലേക്ക് എത്തുന്ന വ്യക്തികളെ ബ്രോൺസ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വരുമാനം 4 തരത്തിലാണ് നമുക്ക് ഇവിടെ ഇൻകം കിട്ടുന്നത്. ആദ്യത്തെ 2 നമ്മൾ സ്വന്തമായിട്ടോ നമ്മളുടെ ടീമിലൂടെയോ ലഭ്യമാകുന്ന വരുമാനമാണെങ്കിൽ ആ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന DB അല്ലെങ്കിൽ TBB എന്ന് കൊടുത്തിരിക്കുന്ന 15%വും 3%വും വരുന്നത് 10 രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസിന്റെ ഒരു വിഹിതമാണ് വരുന്നത്. ദുബായിൽ ആര് പല്ല് തേച്ചാലും, സൗദിയിൽ ആര് കുളിച്ചാലും, അല്ലെങ്കിൽ ഖാനയിൽ ആര് തുണി അലക്കിയാലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ബ്രോൺസ് ഡയറക്ടേഴ്സിനെ സൃഷ്ടിക്കുക എന്നതാണ് ഓരോ ബിസിനസ് ഓൺടർപ്രണേഴ്സിന്റെയും ദൗത്യം എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ ടീമിൽ ഒരു 1.5 ലക്ഷത്തിന്റെ പർച്ചേസ് നടത്താൻ പറ്റുന്ന ഒരു ടീമിനെ, ഒരു വ്യക്തിയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആളെ നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആദ്യം നമ്മൾ പറഞ്ഞ 4 വരുമാനത്തിനോട് കൂടാതെ അഡീഷണൽ 2 ഇൻകവും കൂടി കിട്ടുന്നു. അതും 10 രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന എല്ലാം നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് അല്ലെങ്കിൽ 10 രാജ്യങ്ങളിൽ നിന്ന്, കമ്പനി ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ നിന്നുള്ള വരുമാനമാണ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്. ഇതിൽ 18% കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ബോണസ്, ലീഡർഷിപ്പ് ഓവർറൈഡിംഗ് ബോണസ് 18%. ഏകദേശം 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്ക് 50,000 രൂപയ്ക്ക് മേലെ കിട്ടുന്ന ഒരു ഇൻകമാണ് LOB എന്ന് പറയുന്നത്. അത് നമുക്ക് സാധ്യമാകുന്ന ഒരു ലെവലാണ് സിൽവർ എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ. കൂടാതെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ടൂർ ഫണ്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഏഷ്യൻ ട്രിപ്പാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുമായിക്കോട്ടെ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പോലും മുഴുവൻ കാണാത്ത, എന്തിന് കേരള സംസ്ഥാനം പോലും മുഴുവൻ കണ്ടിട്ടില്ലാത്ത പല ആളുകളുമാണ് ഇന്ന് നമ്മളുടെ കുടുംബത്തിൽ പോലും ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഏഷ്യൻ ട്രിപ്പാണ് നമുക്കിവിടെ സിൽവർ ഡയറക്ടർ എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ കിട്ടാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് 2 വ്യക്തികളെ ബ്രോൺസ് ലെവലിലേക്ക് എത്തിച്ചാൽ നമ്മൾ ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുന്നു. ഇവിടെ ആ റാങ്കുകളുടെ നമ്പർ ഓഫ് ഇൻകംസ് വരുന്നില്ല, പക്ഷെ അതിന്റെ വെയിറ്റേജ് കൂടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു ലെവലിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് സ്റ്റാർ ഡയറക്ടർ ആണ്. നമ്മളുടെ ടീമിൽ 3 പേരെ ബ്രോൺസ് ഡയറക്ടർ അല്ലെങ്കിൽ ബ്രോൺസ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു നമ്മുടെ സ്വപ്ന വാഹനം നേടാനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള, നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പല ലീഡേഴ്സും, ഭരതൻ സാർ ആയിക്കോട്ടെ, സുധീർ സാർ ആയിക്കോട്ടെ, ജ്യോതിഷ് സാർ ആയിക്കോട്ടെ, കേരളത്തിൽ തന്നെ പല ലീഡേഴ്സ് ഉണ്ട്. സുരേഷ് കുമാർ സാർ, നിജു സാർ, ഇങ്ങനെ ഒരുപാട് പേരെടുത്ത്, വെങ്കിടേഷ് സാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ശ്രീദാസ് സാർ, അനീഷ് സാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ പല 1, 2, 3, 4 കാറുകളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ചുറ്റിനും കേരളത്തിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 4 ബ്രോൺസ് ഡയറക്ടേഴ്സിനെ നമ്മുടെ ടീമിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള ഈ ഒരു ലെവലിലേക്കാണ് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും നമുക്ക് മനോഹരമായിട്ടുള്ള മറ്റൊരു
ഇൻകം ആണ്, അല്ലെങ്കിൽ മറ്റൊരു ഓഫർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂറോപ്യൻ ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സ്വിറ്റ്സർലൻഡ് ട്രിപ്പാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അടുത്തായിട്ട് അപ്കമിംഗ് ആയിട്ട് നമുക്ക് വരുന്നത് സ്വിറ്റ്സർലൻഡ് ട്രിപ്പാണ്. ഈ ഒരു കമ്പനിയിലേക്ക് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 80 ദിവസം കൊണ്ട് ഈ ഒരു ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു നിമിഷം നിങ്ങളെ അറിയിക്കുന്നു. എല്ലാ ലീഡേഴ്സിനും വിന്നിംഗ് ടീമിനും ഒക്കെയുള്ള നന്ദി ഈ ഒരു സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് 6 പേരെ നമ്മുടെ ടീമിൽ ബ്രോൺസ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ആദ്യം കാർ ഫണ്ടിന് വേണ്ടിയിട്ട് 80,000 രൂപ അഡീഷണൽ, എല്ലാ ഫണ്ടുകൾക്കും പുറമെ അഡീഷണൽ 80,000 രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഹൗസ് ഫണ്ടിന് വേണ്ടിയിട്ട് 1,00,000 രൂപയാണ് അഡീഷണൽ കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് 1000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഹൗസ് ഫണ്ട് മാത്രം വാങ്ങുന്ന കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അനേകമായിരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ ബാക്കി ധാരാളം ഫണ്ടുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാനായിട്ട് കമ്പനിയുടെ ഈ ഒരു 6 ലെവലിലേക്ക് എത്തിയാൽ പോലും നമുക്ക് സാധിക്കുന്നു. അത് വളരെ അഭിമാനകരമായിട്ടുള്ള, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമ്മളെ ആരൊക്കെയാണ് ഇതിന് സഹായിക്കാനായിട്ട് നിൽക്കുന്നത്? നിങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ ആ ഒരു ഗൈഡ് എന്ന് പറയുന്ന നമ്മുടെ അപ്ലൈൻ ടീം, ഒപ്പം തന്നെ നമുക്ക് ഉൽപ്പന്നങ്ങളും വരുമാനവും തരുന്ന വെസ്റ്റീജ് കമ്പനി, ഇതിലെല്ലാം പുറമെ എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം, പലപ്പോഴും ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ആരോട് പറയണം, എപ്പോ പറയണം, എങ്ങനെ പറയണം, എവിടെ വെച്ച് പറയണം, ഇതറിയാതെയാണ് ആളുകൾ പകച്ചു നിൽക്കുന്നത്. അപ്പൊ ഇത് ഏത് സമയത്ത് എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള എല്ലാ ഗൈഡൻസും നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും നമ്മളോടൊപ്പം ശക്തമായിട്ട് തന്നെയുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിജയിച്ചിട്ടുള്ള ഒരു മന്ത്ര, അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ബിൽഗേറ്റ്സിന്റെ ഒരു വാക്കാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയായ ആളുകളോടൊപ്പം ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്താൻ സാധിച്ചതാണ് എന്റെ വിജയം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നോടൊപ്പം. പക്ഷെ ഞാൻ വിജയിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ആക്ഷൻ എടുത്തു. എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാനായിട്ട് പോകുന്നത്? നമ്മളൊരു തീരുമാനം എടുക്കുക. ഇന്ന് ഈ ഒരു അവസരത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളുമായിട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഒന്ന് ഇരിക്കാൻ തയ്യാറാവുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇന്ത്യൻ മാർക്കറ്റ് അല്ല, ലോക മാർക്കറ്റാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതം സാക്ഷാൽ മുന്തിരിച്ചാറ് പോലെ ആക്കാനായിട്ടുള്ള എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു വെൽ ആൻഡ് വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ സൗമ്യ മാം ചെയ്തു തന്നിട്ടുള്ളത്. ഇന്ന് ശരിക്കും എന്താ പറയാന്നറിയില്ല, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, വളരെ സിമ്പിൾ ആയിട്ട് പവർഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ ചെയ്തെന്ന് ഒരുപാട് സന്തോഷം. നമുക്ക് ചാറ്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം ആളുകൾ അതിൽ ഇൻസ്പയർഡ് ആയി എന്നുള്ളത്. അപ്പോ മാമിന് ഒരുപാട് നന്ദി പറയാണ്. ആളുകൾ കൂടുതൽ ആളുകൾ ആ ഒരു ചാറ്റ് ബോക്സിലൂടെ നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു വണ്ടർഫുൾ ആയിരുന്നു. കാരണം ഈ ഒരു മേഖലയിൽ മാഡം ഇപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പറഞ്ഞു 4 വ്യക്തികളെ 4 ഫാമിലിയെ സക്സസ് ആകുമ്പോൾ ഡയമണ്ട് ഡയറക്ടർ ആവുന്നുള്ളത്. മാഡം അവരൊരു 80 ദിവസം കൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ആ ഒരു നേട്ടം നേടിയിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഈ വാക്കുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. ഇനി നമുക്ക് അടുത്തത് ഇന്ന് ശരിക്കും നമുക്ക് ഒരു വുമൺ എംപവർമെന്റ് ആണ് ഇന്നത്തെ സിഇഒ. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്കാളേറെ എനിക്ക് എങ്ങനെ അവരെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ലീഡർഷിപ്പ്, വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പവർഫുൾ ലേഡി ആയിട്ട് മാറിയിട്ടുള്ള ഇതിനെക്കുറിച്ച്, വെസ്റ്റീജിനെ കുറിച്ചും അതുപോലെ വിന്നിംഗ് ടീമിനെ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ട ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം DCD ആരതി സുധീഷ് മാഡത്തിന് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. കുറച്ച് വാക്കുകൾ നമ്മളോട് ഷെയർ ചെയ്യാനും ഇന്നത്തെ ഈ ഒരു വുമൺ എംപവർമെന്റ്, ഞാൻ ഇന്നത്തെ സിഇഒ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വുമൺ എംപവർമെന്റ് നമുക്ക് മനോഹരമാക്കി തീർക്കാൻ നമ്മുടെ ആരതി മാമിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് കം മാം. താങ്ക് യു ഗീത മാം. വളരെ നല്ല രീതിയിലുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് തന്നത്. താങ്ക് യു സോ മച്ച്. കാരണം ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഒരു റെക്കഗ്നിഷൻ, നമുക്ക് റെക്കഗ്നിഷൻ ഒക്കെ ഒരുപാട് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് ആദ്യം തന്നെ സൗമ്യ മാമിന് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കാം. കാരണം ഇതാണ് പ്രസന്റേഷൻ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്ലാൻ പ്രസന്റേഷൻ ആണ് ഇന്ന് മാമോട് നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചത്. കാരണം
നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെയാണ് ഒരു എണ്ണ ചൂടാവുന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിലാണ് ഒരു എണ്ണ ചൂടാവുന്നത്, നമ്മുടെ പാത്രങ്ങൾ പോലും അടിപിടിക്കാത്ത രീതിയിൽ ആ എണ്ണയെ വിശേഷിപ്പിച്ചു എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അത് എനിക്ക് സൗമ്യ മാമിന്റെ ചിരി കാണാം അവിടെ നിന്ന്. പക്ഷെ എക്സലന്റ് എന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കാരണം എന്നെ പലരും എന്നെ കണക്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കാനുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് പ്രസന്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഒരു ഉദാഹരണമായിട്ട് സൗമ്യ മാമിനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മളെല്ലാം പറയുന്നുണ്ട്, നമ്മൾ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഈ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് പുസ്തകം വായിച്ചുള്ള അറിവ് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്ട്സിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള എങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പുതിയ ഒരാളെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നത്. എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ ഇതിലൂടെ നേടിയിട്ടുള്ള ഒരുപാട് ഉയർച്ചകൾ, അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ, മനസ്സിലെ സന്തോഷം, അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ആൻഡ് റെസ്പെക്ട്, ഇത് മറ്റൊരു മേഖലയിലും ലഭിക്കാത്ത ഒന്നാണ്. കാരണം ഞാൻ വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ നിന്ന് ഒന്നും, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പോലുമുള്ള റെക്കഗ്നിഷൻ അവിടെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വപ്നം കണ്ട ഒരു സ്ഥലത്ത് പോലും പോവാൻ സാധിച്ചിരുന്നില്ല. കിട്ടിയിരുന്ന ശമ്പളം മുഴുവൻ കൂട്ടിവെച്ച് വർഷത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ചെറിയൊരു സ്ഥലത്ത് പോയാൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കാശ് കൂട്ടി വെച്ച് പോവണോ എന്ന് ചിന്തിച്ചിട്ടുള്ള ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ വന്ന്, ഈ ഒരു ബിസിനസ്സിൽ വന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ട ഒരു വിദേശ യാത്ര എനിക്ക് സാധിച്ചത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെയാണ്. അതും കയ്യിൽ നിന്ന്, നേരത്തെ മാം പറഞ്ഞ മാതിരി 5 പൈസ ചെലവില്ലാതെ കമ്പനിയുടെ ചെലവിൽ സുഖസുന്ദരമായി ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ആഘോഷിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആരും സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് ഈ ഒരു വെസ്റ്റീജിലൂടെ നമുക്ക് കിട്ടും. ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ജീവിത സൗകര്യങ്ങളും ജീവിതത്തിലെ മാറ്റങ്ങളുമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കണോ, ഏറ്റെടുത്താൽ ഞാനത് ചെയ്യണമെങ്കിൽ ഞാനത് പേടിച്ച് നിൽക്കണോ, അതോ ഞാൻ പേടിയോടുകൂടി ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട ഘട്ടമാണ്. കമ്പനി ഇത്രയും വലിയ ഓഫറുകൾ നമുക്ക് മുന്നിൽ നിന്ന് വെച്ച് നീട്ടിയിട്ടുണ്ട്. കാരണം ഒരു കമ്പനിയും ഇതുവരെ തന്നിട്ടില്ലാത്ത ഓഫർ എന്ന് ഞാൻ ഉറച്ച ശബ്ദത്തോടെ പറയും. കാരണം ഞാൻ എവിടെയും ഇത്രയും നല്ല ഓഫർ കേട്ടിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂൾ പോലും എനിക്ക് സാലറി ഇത്ര ഓഫർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി, സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ടീച്ചർമാരെന്ന് പറയുന്നത്. പക്ഷെ അവര് പോലും നിങ്ങൾ ഇത്ര നന്നായി ക്ലാസ് എടുത്തല്ലോ, നിങ്ങൾക്ക് ഞാൻ 10,000 രൂപ കൂട്ടിത്തരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സാലറി തരാം എന്ന് ഇന്ന് വരെ ഒരു സ്കൂളും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു കമ്പനി പറയുന്നത് നിങ്ങൾക്ക് കോടികൾ തരാം, അതിൽ എത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി എത്രയെന്ന് കമ്പനിക്ക് അറിയാം. കമ്പനി തരുന്ന ട്രെയിനിങ്ങിലൂടെ നമുക്ക് എത്രത്തോളം മാറ്റം വരും എന്നുള്ളത് കമ്പനിക്ക് അറിയാം. അപ്പോ അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കി നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരം കമ്പനി തരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ തട്ടി മാറ്റണം? പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേകത ഫാമിലി ബിസിനസ് ആണ്. ഞാനും ഇന്ന് എന്റെ ഭർത്താവും വളരെ ഹാപ്പി ആയിട്ട് ഫാമിലി ബിസിനസ് ചെയ്യുന്നു. ഇന്ന് സൗമ്യ മാം ഇവിടെ ഇത്ര നല്ല പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡയമണ്ട് ഡയറക്ടർ ആയി എന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം സൗമ്യ മാമും ഉണ്ണികൃഷ്ണൻ സാറും കൂടി ഇന്ന് ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗീത മാമും ഹസ്ബൻഡും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു. ഞാനും എന്റെ ഹസ്ബൻഡ് ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നു. ഒരുപാട് ലേഡീസിനെ കണക്ട് ചെയ്യാറുണ്ട്. അവർ പറയുന്നത്, മാം ഞങ്ങൾക്ക് ഈ ബിസിനസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല, കാരണം എന്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല. പല ലേഡീസും എന്നോട് പറയാനുള്ള ഒരു കാരണമാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജെൻസിനോടാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങളുടെ വൈഫിനെ, നിങ്ങളുടെ ബെറ്റർ ഹാഫിനെ ബിസിനസ്സിലും കൂടി ബെറ്റർ ഹാഫ് ആക്കിക്കൂടാ? കാരണം ഈ ബിസിനസ് വേറൊരു ലെവലിലേക്ക് എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനത് പേഴ്സണലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും എന്റെ ഭർത്താവിന് തോളോട് തോള് ചേർന്ന് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിലൂടെ ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നിങ്ങൾക്കും സാധിച്ചുകൂടാ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കയ്യിലേന്തി നടക്കാവുന്ന ഒരു ബിസിനസ്സാണ്. തുറന്നു പറയല്ലേ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറും, ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ. കാരണം വീട്ടിൽ പോയി ഭർത്താവ് പറയോ, ഭാര്യ കൊണ്ടുള്ള ശല്യം സഹിക്കാമേ, ഭാര്യ പറയും ഭർത്താവിനെ തന്നെ കേൾക്കാൻ സമയമില്ല. ഈ ഒരു ബിസിനസ്സിൽ ഒരുമിച്ച് വന്ന് നോക്കൂ, രണ്ടാളും പരസ്പരം റെസ്പെക്ട് ചെയ്യാനും കേൾക്കാനും എല്ലാം തുടങ്ങും. പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ എന്റെ ഹസ്ബൻഡിന് സന്തോഷമായിട്ട് ബിസിനസ് ചെയ്യും. കാരണം ഞങ്ങളുടെ ചിന്താഗതി ഒരുപോലെയാണ്, ഞങ്ങൾ പോകുന്ന വഴി ഒന്നാണ്. ഇവിടെ അനീഷ് സാർ, രഞ്ജിത മാം പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരേ തോണിയിൽ ഇന്ന് 2 ദിശകളിലേക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളായിരുന്നു. പക്ഷെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് തുഴയാൻ തുടങ്ങി, അന്ന് തോണി ശരിയായ ദിശയിലേക്ക് പോയി തുടങ്ങി എന്നുള്ളത് അത് വളരെ സത്യമാണ്.
നമ്മൾ രണ്ട് കയറിന്റെ അറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ കയർ എങ്ങോട്ടും പോയില്ല. പക്ഷേ ഒരേ സൈഡിൽ നിന്ന് കയറ് വലിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഒരുപോലെ അത് പോകും. അതേപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സും. ഫാമിലി ആയിട്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ഒരു ജോലിയിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാലും എത്ര നേരം ഭാര്യയ്ക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങി എത്ര നേരം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരുമിച്ച് നിൽക്കാൻ പറ്റും? പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ ഭാര്യയുടെ പ്രസൻസ് ഒപ്പം ഇല്ലെങ്കിൽ പോലും, ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും, മെന്റൽ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ബിസിനസ്സിലൂടെ ഒരുപാട് ഉയർച്ചകൾ നേടാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഉത്തമ ഉദാഹരണമുള്ള ഒരുപാട് ഫാമിലീസ് ഈ ബിസിനസ്സിലുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് ഈ കാര്യമാണ്, നിങ്ങളുടെ മുന്നിലുള്ള ഈ വലിയ അവസരത്തെ ഒരു കാരണവശാലും സംശയിക്കാതെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ ബെറ്റർ ഹാഫിനെയും കൂടി ഒരുമിച്ച് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ വരും എന്നുള്ളതാണ്. വിജയം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. ഒരു സക്സസും ഫെയിലിയർ കാണാതെ അല്ലെങ്കിൽ തോൽവി എന്ന രുചി അറിയാതെ ഒരു വിജയം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എല്ലാം നമുക്ക് തോൽവിയായിരിക്കും വരിക. പക്ഷെ വിജയം അതിന്റെ പിന്നാലെ നമ്മളെ തേടി വരും എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും ഇത്രയും മഹത്തായ ഒരു വെസ്റ്റീജ് അല്ലെങ്കിൽ ഇത്രയും മഹത്തായ ഒരു ബിസിനസ്സിനെ മുറുകെ കയ്യിൽ പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബെറ്റർ ഹാഫിനെ ഒപ്പം ചേർത്തുകൊണ്ട് ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ വരാവുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിലും മനോഹരമായിട്ട് തീർക്കാൻ ഈ ബിസിനസ്സിലൂടെ പറ്റും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, ഉറക്കമില്ലാത്ത രാത്രികൾ, സ്വപ്നങ്ങളെ കീഴടക്കാനുള്ള ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പ്രസന്റേഷൻ ചെയ്ത സൗമ്യ മാമിന് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ഇന്നിവിടെ ഇത്രയും സമയം വരെ ഇരുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയാണ്, നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു, വിഷ് യു വെൽ, ബാക്ക് ടു ദ ഹോസ്റ്റ്. താങ്ക് യു ആദ്യ മാം. എനിക്ക് സൗമ്യ മാമിന്റെ ആ ഒരു പ്രസന്റേഷന്റെ വൈബ് കാരണം ആദ്യ മാമിനെ ശരിയായ രീതിയിൽ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിച്ചില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വലിയ അറിവുകളാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. കാരണം ഫാമിലി ഓറിയന്റഡ് ബിസിനസ് ആണ് നമ്മൾ പറയുമ്പോൾ അത് ഫാമിലിയുടെ അറ്റാച്ച്മെന്റ് എപ്പോഴും വേണം. എന്നിരുന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇനി ഇപ്പൊ ആദ്യമേ പറഞ്ഞ പോലെ ഇതിലുള്ള എല്ലാ ഹസ്ബൻഡ്സും വൈഫിനെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുക, എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോ ഇന്നത്തെ ഈ സെഷൻ ശരിക്കും ഒരു വണ്ടർഫുൾ ഡേ ആയി തന്നെ ആയിപ്പോയി ഇന്നത്തെ. താങ്ക് യു രണ്ട് ലീഡേഴ്സിനും ഒരുപാട് നന്ദി. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ, ഇവിടെ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു MC ആവാൻ വേണ്ടി എനിക്ക് അവസരം തന്ന വിന്നിംഗ് ടീമിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.